മനോജ് കെ ജയന് പാട്ടിൽ സംഗീതത്തിൽ നല്ല വാസനയാണ്. കാരണം നല്ല ശബ്ദം, നല്ല തിങ്സൊക്കെ വരുന്ന, അതായത് സംഗതീസൊക്കെ ധാരാളം വരുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ സംഗീത വാസന ഒരാൾക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഈ അപൂർവമായ ഈ സംഗീതം നമുക്ക് കിട്ടിയത് തന്നെ ഒരു പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഒരു സംഗതി കൊണ്ടാണ്. അതുകൊണ്ട് ഈ കല ഏറ്റവും പരിപോഷിക്കുന്നതിന് മനോജ് എല്ലാ തരത്തിലുമുള്ള ഈ സംഗീത ശാഖകളിൽ പാടണമെന്നും എനിക്ക് താല്പര്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു മകൻ്റെ ഒരവസ്ഥ. അല്ല, അച്ഛയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സംഗീതം. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ പലയിടത്തൊക്കെ പാടുമ്പം പുള്ളി ആഗ്രഹം കൂടിയെന്നാണ് പറയാം. നീ സംഗീതം പഠിക്കേണ്ടതായിരുന്നു, അതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ പല പരിപാടികളിലും മനോജിനെയൊക്കെ വിളിക്കണമെന്ന് ഞാൻ നമ്മുടെ ചാനൽ വേദികളിൽ പറയുമ്പോൾ ഞാൻ മനോജിൽ നിന്ന് നടനെയല്ലേ വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, മനോജിൽ നിന്നുള്ള ഗായകനെ വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ഗായകൻ്റെ ഒരു സൗരഭ്യവും ഒരു നടൻ്റെ ഗ്ലാമറും കൂടി ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. സന്തോഷം. ആ ഒരു രഹസ്യം എനിക്കറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും മറ്റ് നടന്മാരിൽ നിന്ന് മനോജിനെ വേറിട്ട് നിർത്തുന്നത് ഈ സംഗീതത്തിൻ്റെ ഭാവമാണ്. സന്തോഷം സാർ. അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചതുകൊണ്ടാണ് എനിക്ക്. ഞാൻ യഥാർത്ഥത്തിൽ 10 ഗുണം 10 ഗുണം എന്ന് അവരുണ്ട്, 10 എത്തിയിട്ടില്ല. സാരി ഗാമ ഇരുന്ന് പഠിച്ചിട്ടില്ല. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് അത്യാവശ്യമൊക്കെ പഠിച്ച് കാണും, വീട്ടിലിരുന്ന് കുറച്ച് അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ് ഒരുപാടുള്ളത്. ഈ പാടുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരുപക്ഷെ അമ്മയാണ് മനോജിനെ വഴിതെറ്റിച്ചെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ല അമ്മ എന്തിനും റെഡിയായിരുന്നു. അന്ന് അമ്മ ഒരു സ്കൂൾ ടീച്ചറല്ലേ. അതെ, സ്കൂൾ ടീച്ചർ മകൻ്റെ ആഗ്രഹത്തിന് വല്ലാതെ വഴങ്ങിപ്പോയി. അങ്ങനെ മനോജിനെ ഒരു നടനാക്കണമെന്നുള്ളൊരു ആഗ്രഹം മനോജിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അച്ഛൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിയത് അമ്മയാണെന്ന് പറയും. അമ്മയിലൂടെയാണ് നമ്മൾ ചെറിയ ആഗ്രഹമൊക്കെ അന്ന് പ്രകടിപ്പിച്ച. അമ്മയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിലും കോളേജിലും ഒന്നും ഈ നാടകമോ ഏകാംഗ നാടകമോ മിമിക്രിയോ മോണോ ആക്ടോ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കലാപരിപാടികളും എനിക്ക് ബന്ധമില്ല. അപ്പോൾ എങ്ങനെയൊരു ചവിട്ടുപടി വേണമല്ലോ, ഒരു പെട്ടെന്ന് അങ്ങ് സിനിമയിൽ കയറാൻ പറ്റുമോ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നു. അതിൽ തിക്കുറിശി ചേട്ടനാണ് പ്രിൻസിപ്പാളെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് അമ്മ ഒരു കത്തെഴുതിയല്ലേ അച്ഛന്? കത്തെഴുതി ഇവനിങ്ങനെ ചെറിയ അഭിനയ ഇതൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങുന്നു, അവനെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ച് മദ്രാസിൽ എത്തിയപ്പോൾ എന്നെ തിക്കുറിശ്ശേൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് വന്നിച്ച് പരിപാടി തുടങ്ങുകയും ചെയ്തു. സാധാരണ സംഗീതജ്ഞന്മാർക്കെല്ലാം നല്ല കാർക്കശ്യഭാവമുള്ളത്, ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ മനോജിൻ്റെ അച്ഛൻ അത്രത്തോളം ഒരു കാർക്കശ്യഭാവം പുലർത്തിയില്ല. ആയിക്കോട്ടെ, നടനെങ്കിൽ നടൻ. ഇല്ല, ഇപ്പം കാണുന്ന ആളല്ല. ഇപ്പം കാണുന്ന ഈ സീരിയസ്നെസ് ഒന്നും ഇല്ല. പുള്ളി വളരെ ജോവിയലായിട്ടുള്ള വളരെ കാഷ്വലാണ്. പുള്ളിയുടെ ജീവിത രീതിയൊക്കെ അങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി സംഗീതം പഠിച്ചേ പറ്റൂ, അങ്ങനെ വഴക്ക് കുറച്ചിൽ അടി ബഹളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് വിടുക. എന്തായാലും വേറെ രീതിയിൽ പോവില്ല. രാവിലെ എഴുന്നേപ്പിച്ച് സാധാരണ ജീവിക്കാനൊന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, സംഗീതമേ ഇരുന്നിട്ടില്ലല്ലോ, സരിഗമപ്പായ്ക്ക് പോലും ഇരുന്നിട്ടില്ലല്ലോ. അതൊരു അത്ഭുതമാണ്. എന്താ വെച്ചാൽ ഇതുപോലൊരു അച്ഛനെ കിട്ടിയിട്ട് ഒരു സാരി ഗാമ ഒന്നും പറയാതെ കൂടെ സ്വന്തം ജ്യേഷ്ഠൻ സംഗീതം പഠിക്കുകയല്ലേ. അപ്പം ഞാനോർത്ത് ഞാനും കൂടെ ഇറങ്ങണ്ട, നമ്മൾ വേറൊരു ലൈനിൽ പിടിക്കാം എന്ന് കരുതി. മനോജിനൊരു ഒറ്റയാൻ്റെ സ്വഭാവമുണ്ടോ? ഒറ്റയാനല്ല, അത് ജന്മനായുള്ള ശീലമാണ്. സിനിമയിൽ വന്നിട്ടുണ്ടാക്കിയതും അങ്ങനത്തെ ഉള്ള ശീലമൊന്നുമല്ല. ഇച്ചിരി ഇൻട്രോവേർട്ടാണ് കൊച്ചിലെ മുതൽ. ഒതുങ്ങിപ്പോവുക, നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അതിപ്പോൾ പറയണോ, പറഞ്ഞാൽ അയാൾക്ക് ഫീൽ ചെയ്യുമല്ലോ, വേണ്ട എന്ന് കരുതി വിട്ടുകളയും. അത്രയധികം മൈന്യൂട്ടായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. സൗഹൃദങ്ങൾ തന്നെ ഇങ്ങനെ വളരെ അപൂർവ സൗഹൃദങ്ങൾ ഒഴിച്ച് ബാക്കി സൗഹൃദങ്ങൾ ഉണ്ടാക്കാനൊന്നും മനോജ് ശ്രമിക്കാറില്ല. ഇല്ല, എനിക്കൊരു ഗ്രൂപ്പ്, വലിയ ബഹളം, അവിടെ ഒരു എന്താ മദ്യപാന സദസ്സോ അങ്ങനെയുള്ള അതൊന്നും എനിക്ക് ശരിയായി കംഫർട്ടബിൾ അല്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പും വളരെ സെലക്റ്റഡാണ്, ഭയങ്കര സെലക്റ്റീവാണ് ആ കാര്യത്തിൽ. അവരുമായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലാത്തൊരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ ശരിയാവത്തില്ല.